ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് മാംഗോ പേസ്റ്റ്, 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 3/4 കപ്പ് പാല്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മാംഗോ പേസ്റ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇവിടെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കേക്കിന് ആവശ്യമായ പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. അതിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേവിച്ച് വെച്ച മാംഗോ പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് പാല് ആഡ് ചെയ്യാം. പകുതി പാല് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിന് കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ച പൊടികൾ കുറേശ്ശായിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിലോട്ട് മാത്രം കറക്കിക്കൊണ്ട് യോജിപ്പിക്കാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തുകൊണ്ട് ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ പാലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് മുമ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ബാറ്റർ നമുക്കിനി ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്ക് എന്തായെന്ന് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം മാത്രം പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയതാണ്. ആവിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം പ്ലേറ്റിലോട്ട് മാറ്റുക. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.